കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ എങ്ങനെ മാറ്റപ്പെട്ടു എന്നത് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ നഗരസഭാ സെക്രട്ടറി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർഡിൽ നിന്ന് വോട്ട് മാറ്റിയതിന്റെ മാനദണ്ഡം എന്തെന്ന് പരിശോധിക്കും. ആരുടെയും വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും ജില്ലാ കളക്ടർ. ഒരു നിയമം അനുസരിച്ച് ചെക്ക് ചെയ്യേണ്ടി വരും. ഏത് ഡോക്യുമെന്റ് വെച്ചിട്ട് അവർ വോട്ട് ഒഴിവാക്കി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തു അത് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം അവർ റിപ്പോർട്ട് ഒരു ഓർഡർ ഉണ്ടാവണം. ഓർഡർ കഴിഞ്ഞിട്ട് ജോയിൻറ്റ് ഡയറക്ടർ LGD ഒരു അപ്പീൽ അതോറിറ്റിയാണ്, അവർ അപ്പീൽ ചെയ്യും. പക്ഷേ പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജില്ലാ ഇലക്ഷൻ ഓഫീസറാണ് ഇതിൻ്റെ അപ്പീൽ അതോറിറ്റി. സോ എനിക്ക് ഇപ്പോൾ ഉള്ള പോയിന്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കംപ്ലയിൻസിൻ്റെ ഇൻഡിവിജ്വൽ ഓർഡേഴ്സ് എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉള്ള സെക്രട്ടറി പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട്സ് തരാനില്ല, ഈ ഇൻക്വയറി ഇപ്പോൾ വളരെ പെൻഡിങ് ആയിരുന്നു. അതൊരു സെപ്പറേറ്റ് ആണ്. പക്ഷേ ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ സെക്രട്ടറി നമുക്ക് നിയമിച്ചിട്ട് സർക്കാർ ലെവലിലേക്ക് നിയമിച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ ഇഷ്യൂസ് ഇൻക്വയർ ചെയ്തിട്ട് എനിക്ക് ഒരു ഓർഡർ വേണം. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കളക്ടർ എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത്? കൊടുവള്ളിയിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ട് കിട്ടിയതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കളക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പരാതിയിൽ നടപടിയെടുക്കണമെങ്കിൽ നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് തരേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ്. സെക്രട്ടറി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വൈകുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ എന്ത് മാനദണ്ഡത്തിലാണ് ഈ വോട്ടുകൾ വെട്ടിയത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും ലഭിക്കുക. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ നഗരസഭാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷേപം നേരത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും അദ്ദേഹം 10 ദിവസമായി സ്ഥലത്തില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. ഏതായാലും ഈ അന്വേഷണം നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല, അതുകൊണ്ടാണ് റിപ്പോർട്ട് വൈകുന്നത് എന്നുള്ള കാര്യം കളക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഈ നഗരസഭാ സെക്രട്ടറിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യം കളക്ടർ ഭാഗത്തുണ്ടാകും എന്നുള്ളത് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നിലവിൽ ഈ സെക്രട്ടറി തയ്യാറാകാത്തതിനെ തുടർന്ന് മറ്റൊരാൾക്ക് ചുമതല നൽകി ഒരു അന്വേഷണം പെട്ടെന്ന് തന്നെ നടത്തി അതേ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ആരുടെയും വോട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് കളക്ടർ നൽകുന്നത്.